നമസ്കാരം. നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴൊക്കെ ചെയ്യുമ്പോൾ പലരും നമ്മൾ ചോദിക്കും, ബ്രോ അയർലൻഡ് എങ്ങനെയാണ് ജീവിക്കാൻ കൊള്ളുമോ, അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുള്ളവരോട് താങ്കൾക്ക് എന്താണ് അഭിപ്രായം നോക്കും. ഞാൻ പറയും, ബ്രോ ഒരു കുഴപ്പമില്ല, എന്ന് പറയാറുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും എല്ലാം കൂടെ നന്മയാണോ എന്ന് ചോദിച്ചാൽ നന്മയല്ല. ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാ രാജ്യത്തും സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ രാജ്യത്ത് വന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഐ എം ഹാപ്പി. കഴിഞ്ഞ 5 വർഷം അല്ല 5.5 വർഷക്കാലം ഞാനുണ്ട്. എനിക്ക് അനേകം നന്മകൾ ഈ രാജ്യത്ത് നിന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇതിനെ തള്ളി പറയാൻ ഞാൻ തയ്യാറല്ല. എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പം പക്ഷേ ഇതിനു വേണ്ടി ഇങ്ങനെ വരാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം ഞാൻ മാത്രം പറയുന്നു. നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇവിടെ വന്ന് നമുക്കൊരു അസുഖങ്ങളോ അപകടങ്ങളോ ഒന്നും വരാതിരിക്കുന്നത് ഇരിക്കാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ഈ കഴിഞ്ഞ 5-6 വർഷത്തിനിടയ്ക്ക് പല കാര്യങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിപ്പെടുക, അല്ല ട്രീറ്റ്മെന്റിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് എന്നെ അപേക്ഷിച്ച് വളരെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അത് പലരും പറയുന്നത് യൂറോപ്പിൽ എല്ലായിടത്തും ഇങ്ങനെയാണ് പറയുന്നത്. എനിക്ക് മറ്റുള്ള യൂറോപ്പിലെ കൺട്രികളിലെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയത്തില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറയാം. കഴിഞ്ഞ ഒക്ടോബർ 5-6 ഞാൻ ഒരു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കാലൊന്ന് തിരിഞ്ഞു പോയി. അപ്പൊ ഞാൻ വെച്ച് എന്റെ കാല് ഒടിഞ്ഞു പറഞ്ഞു പോയി എന്നാണ് വിചാരിച്ചത്. കാരണം അത്രമാത്രം എനിക്ക് ഫീൽ ചെയ്തു. എന്റെ ഒരു ഫ്രണ്ട് ജെറിൻ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഞാൻ ഒരു 9-9:30 ആയപ്പോൾ അവിടെ ചെന്നു. 10 മണിക്ക് മുമ്പ് ചെന്നു. അവർ ചെന്നപ്പോഴേ വന്ന് വെയിറ്റിംഗ് ആണ്, നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അതുപോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ടൊക്കെ ആയിരിക്കണം ചെല്ലേണ്ടത്. അങ്ങനെയല്ല, വേദന കൊണ്ട് ചെന്നു. പക്ഷെ അവരത് പറഞ്ഞു അത് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 4 മണി 3:30 വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നെ ഡോക്ടർ കണ്ടു. അപ്പം എന്നോട് പറഞ്ഞു എക്സ്റേ എടുക്കാന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തതിന് ശേഷം ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഫ്രാക്ചർ ഒന്നുമില്ല, ചിലപ്പം, പക്ഷെ എനിക്ക് അനക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരുപക്ഷെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് MRI വേണം. പക്ഷെ എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് വേറെ കൺസൾട്ടന്റിനോട് ചോദിച്ചതിന് ശേഷം MRI ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ അറിയിക്കാം, നീ പെയിൻ കില്ലറൊക്കെ എടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം 2 ദിവസം, അതായത് 7-ാം തീയതി 8-ാം തീയതി ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു MRIക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അവർ റെഡി ആകാൻ വിളിക്കുന്നു പറഞ്ഞു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് MRIയുടെ ലെറ്റർ വന്നു. 2026 ജനുവരി മാസം ലാസ്റ്റിലേക്കാണ് MRI വന്നിരിക്കുന്നത്. ഞാൻ കേട്ടപ്പോഴേ ഒന്ന് ചങ്ക് തകർന്നു. കാരണം എനിക്ക് വേദന കൊണ്ട് ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ല, വേദന കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഒരാഴ്ചയായിട്ട് സിക്ക് ലീവാണ്. ഞാൻ എങ്ങനെ ഈ 2026, അതായത് എത്ര മാസത്തിന് ശേഷം ആർക്കണോ, ഞാൻ ഈ പറയുന്ന ഓരോ നിങ്ങൾ ശ്രദ്ധിക്കണം. 2026 ജനുവരിയിലേക്കാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലവും കൈയും കാലൊക്കെ പിടിച്ച് അവരെനിക്ക് എന്നോട് പറഞ്ഞ ക്യാൻസലേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഒരു ക്യാൻസലേഷൻ വന്ന് രാവിലെ വിളിച്ചു. രാവിലെ പറഞ്ഞു വരാമെന്ന് ചോദിച്ചു. അന്ന് ദൈവം സഹായിച്ചു എനിക്ക് പോകാൻ സാഹചര്യം ഒത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെന്നു MRI എടുത്തു. അതായത് ഒക്ടോബർ മാസം 31-ാം തീയതി, അതായത് 5-ാം തീയതി 6-ാം തീയതി ആക്സിഡന്റ് ഇഞ്ചുറി ഉണ്ടായി. ഒരു 25 ദിവസത്തിന് ശേഷം ഞാൻ 31-ാം തീയതി ഇതെടുത്തു. 30-ാം തീയതി സ്കാൻ എടുത്തതിന് ശേഷം MRI എടുത്തതിന് ശേഷം എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നത് 5-ാം തീയതിയാണ്. 5-ാം തീയതി ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ACL എന്ന് പറഞ്ഞ ഒരു ലിഗമെന്റ് ഉണ്ട്, ആ ലിഗമെന്റ് ഫുൾ ഇഞ്ചോർഡ് ആണ്. അത് മോസ്റ്റ് പ്രോബ്ലി അത് സർജറി ആയിരിക്കും വേണ്ടി വരിക, അതല്ലാതെ അത് റിപ്പയറബിൾ അല്ല. ഇനി ഇടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ ഇനി അവര് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ റെക്കമെൻഡേഷൻ, അതായത് അവർ അങ്ങോട്ട് ഇത് അയച്ചിട്ടുണ്ട്. ഇനി അവർ അവിടുന്ന് അവരുടെ വേക്കന്റ് അവരുടെ സ്ലോട്ട് അനുസരിച്ച് കയറണം. അത് എന്ന് കിട്ടും മീൻസ് ദൈവം കാരണം തോന്നിക്കഴിഞ്ഞാൽ നാളെ കിട്ടാം, അടുത്ത മാസം കിട്ടാം, അടുത്ത വർഷം കിട്ടാം, അത് എന്ന് വേണമെങ്കിലും കിട്ടാം. അതുവരെ ഞാൻ ഈ വേദന ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കൊണ്ട് പോവുക. ഇതിന്റെ പേരും പറഞ്ഞാൽ നമുക്ക് മീൻസ് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, ജോലിക്ക് പോയാൽ പറ്റുള്ളൂ. ആ വേദനയും കടിച്ചു പിടിച്ച് പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞത് ഇതാണ്. ഒരു അസുഖം വന്നാൽ, ഒരു ചെറിയൊരു ഇതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അയർലൻഡിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഡ്രോബാക്ക്, അത് എന്റെ പേഴ്സണൽ ഭാഗമാണ് ശരിക്കും ഡ്രോബാക്ക്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിപ്പോ ഡോക്ടറെയും കഴിഞ്ഞ് 2 ദിവസം MRI എടുത്ത് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ വേദന പോലും പോയിട്ടുണ്ടാവും, അല്ലെ സർജറി ചെയ്തിട്ടുണ്ടാവും, അല്ലെ അതിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഇനിയിപ്പോ ഡോക്ടറെ കണ്ടതിന് ശേഷം വേണം അവരത് റെക്കമെൻഡ് ചെയ്ത് ഫിസിയോതെറാപ്പി വേണം, ഫിസിയോതെറാപ്പി വിടണം, അതിന് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് എപ്പം ആവുന്നുള്ളത് ദൈവം തന്നെ. നാളെ ഭാഷ പറഞ്ഞാൽ ഇത് കണിയാൻ കവണ വെച്ച് നോക്കിയാൽ പോലും എപ്പോഴത്തേക്ക് ആവുന്നുള്ളത് പറയാൻ പറ്റത്തില്ല അവസ്ഥയാണ്. അതാണ് ഈ രാജ്യങ്ങളിലുള്ള ഈ ഹെൽത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് അല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്നായിട്ട് കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന നല്ലതാണ്. കാരണം നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡെത്തിന് അല്ല നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലി സെക്യൂർ ചെയ്യണം. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് ആകുമെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പലരും പറഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പോർട്സ് ക്ലിനിക്കിലൊക്കെ പോവുകയാണെങ്കിൽ വലിയൊരു ഭാരിച്ച ചെലവ് വരത്തില്ല. നമുക്ക്
ഈ ഇതിനകത്തല്ലേ ഇവർ കവേർഡ് ആയിട്ട് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഞാൻ അല്ലെ പല മലയാളികളെ പോലെ മടിച്ച് ഇന്നേ വരെ അത് എടുക്കാനോ അല്ലെ എടുത്തിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാനോ താല്പര്യപ്പെടാത്ത കുറെ മലയാളികൾ ഒരു മലയാളി ആയിപ്പോയി ഞാൻ. അപ്പൊ ഇപ്പൊ പക്ഷെ അതിന് റിഗ്രറ്റ് ചെയ്ത് ഞാനിപ്പോ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പം എനിക്ക് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉള്ളവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പൈസ നമ്മൾ ചിലപ്പോൾ ലാഭിച്ച് നമുക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീണ് പോകും. നമ്മളെ സഹായിക്കാൻ ഇവിടെ വേറെ ആരുമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ പെട്ടെന്ന് കൈത്താങ്ങലാകാൻ വേണ്ടി ഇങ്ങനെയുള്ള നല്ല കമ്പനികളെ കോൺടാക്ട് ചെയ്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഒത്തിരി ബെനിഫിറ്റ് ആവും. ഞാൻ പറഞ്ഞ പോലെ അതിപ്പോ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ കൂടെ ഞാൻ അത് പറയുന്നു മാത്രം. അപ്പൊ അങ്ങനെ ഉണ്ടായാലും കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് ട്രീറ്റ്മെന്റ് കിട്ടുവാനാണ് ഇപ്പൊ എന്റെ പലരും പറയാറുള്ളത്. അപ്പൊ സ്റ്റിൽ എനിവേ ഞാൻ ഇത് പെട്ടുപോയ സ്ഥിതിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇതാണ് എന്നെ അപേക്ഷിച്ച് ഈ അയർലൻഡിൽ വരുന്നതുകൊണ്ട് വന്നിട്ട് നമുക്ക് അനുഭവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഞാൻ ഇവിടെ വന്നതിന് ഒരിക്കലും ഞാൻ തള്ളി പറയുകയോ ഒരിക്കലും ചെയ്യത്തില്ല. കാരണം എല്ലാ നന്മകളും എനിക്ക് അനേക നന്മകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഡ്രോബാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇതാണ് നമുക്കൊരു അസുഖം വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം ഇത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാനോ ഒന്നുമല്ല. ഞാൻ ആരും വരാനെടുത്ത തീരുമാനം മാറ്റമൊന്നും വേണ്ട. ഇത് നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാലും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഒന്നും സംഭവിക്കത്തില്ല, വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നതിനും ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. വരാനുള്ളവർ ഒരിക്കലും മാറ്റണ്ട. പക്ഷെ ഇതൊക്കെയാണ് റിയാലിറ്റി എന്ന് പറഞ്ഞെന്ന് മാത്രം. ഇപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ ഇൻഫർമേഷൻ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും കാണാം. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്.